അഹങ്കാരത്തിന് കൈയും കാലും വെച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനം സർവനാശമായിരിക്കും. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനിന്റെ കാര്യത്തിൽ ഇപ്പോൾ അത് അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ്. സിഖ് ഗുരുക്കന്മാരുടെ ചിത്രങ്ങളിൽ മദ്യമൊഴിച്ച് അവഹേളിച്ച മുഖ്യമന്ത്രിയെ സാക്ഷാൽ സിഖ് മതത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും പുറത്താക്കിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ ശവക്കുഴി തോണ്ടുന്ന ഒരു ചരിത്ര വിധിയാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. സിഖ് മതത്തിലെ പരമോന്നത ആത്മീയ പീഠമായ അകാൽ തക്തിന്റെ 5 പ്രധാന പുരോഹിതന്മാർ ചേർന്നെടുത്ത തീരുമാനപ്രകാരം മുഖ്യമന്ത്രി ഭഗവന്ത് മാനിനെ ഗുരുദ്രോഹി അഥവാ ഗുരുവിനെ നിന്ദിച്ചവനായി പ്രഖ്യാപിച്ചു. സിഖ് സമൂഹം ഇയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം എന്നാണ് അകാൽ തക്ത് ജത്തേദാർ ഗ്യാനി കുൽദീപ് സിംഗ് ഗർഗജ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിഖ് ഗുരുക്കന്മാരുടെ ചിത്രങ്ങളിൽ മദ്യമൊഴിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും നിർമ്മിതമാണെന്നും ഒക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ തടിയൂരാൻ നോക്കിയ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ ഫോറൻസിക് പരിശോധനയിൽ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു. മാത്രമല്ല, സിഖ് സമൂഹത്തെയും അകാൽ തക്തിനെയും പാടെ അവഗണിച്ചുകൊണ്ട് ആം ആദ്മി സർക്കാർ പാസാക്കിയ ജാഗത് ജോജ് ശ്രീ ഗുരു ഗ്രന്ഥ് സാഹിബ് സർക്കാർ ആക്ട് 2026 ഈ ഒരു ബില്ലിൽ ഒപ്പിട്ട എല്ലാ സിഖ് MLA-മാരോടും മന്ത്രിമാരോടും ജൂൺ 29-ന് അകാൽ തക്തിന് മുന്നിൽ ഹാജരാകാനും ഉത്തരവിട്ടിട്ടുണ്ട്. പുണ്യഗ്രന്ഥത്തിന്റെ സംരക്ഷണത്തിനെന്ന പേരിൽ കൊണ്ടുവന്ന ഈ നിയമപ്രകാരം ഗുരുഗ്രന്ഥ സാഹിബിനെ അവഹേളിക്കുന്നവർക്ക് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും 25 ലക്ഷം രൂപ വരെ പിഴയും ഒക്കെ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു നിയമം നടപ്പിലാക്കുന്നതിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അച്ചടി, വിതരണം, സൂക്ഷിപ്പ് എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണവും പരിശോധനാ അധികാരവും സിഖ് മതനേതൃത്വത്തിൽ നിന്ന് മാറ്റി സർക്കാർ ഉദ്യോഗസ്ഥർക്കും പോലീസിനും കോടതികൾക്കും നൽകാനാണ് ഭഗവന്ത് മാൻ സർക്കാർ ശ്രമിച്ചത്. ആപ് സർക്കാരിന്റെ ഈ നഗ്നമായ ഇടപെടലും നിയമം നിർമ്മിക്കും മുൻപ് തങ്ങളുമായി യാതൊരു ആലോചനയും നടത്തിയില്ല എന്നതുമാണ് അകാൽ തക്തിനെ കടുത്ത പ്രകോപനത്തിലേക്ക് നയിച്ചത്. വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ഭരിക്കാമെന്ന ആം ആദ്മി സർക്കാരിന്റെ ഹുങ്കിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണിത്. സിഖ് ജനതയുടെ ഏറ്റവും വൈകാരികമായിട്ടുള്ള വിഷയമാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിന്ന അഥവാ ബേ അദബി. ഇത് തടയാനെന്ന പേരിൽ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റിയെയോ പരമോന്നത സഭയായിട്ടുള്ള അകാൽ തക്തിയെയോ വിശ്വാസത്തിൽ എടുക്കാതെ സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് നിയമം പാസാക്കാൻ ശ്രമിച്ചതാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാൻ കാരണം. ഇപ്പോൾ ഈ മദ്യാഭിഷേക വീഡിയോ കൂടി പുറത്തു വന്നതോടെ ആം ആദ്മിയുടെ തനി നിറവും കാപട്യവും ഒക്കെ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടു. ആം ആദ്മി പാർട്ടി ഇപ്പോൾ അവരുടെ സ്വന്തം ശവക്കുഴി തന്നെയാണ് തോണ്ടിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. 2022-ൽ പഞ്ചാബിലെ ഗ്രാമീണ സിഖ് വോട്ടർമാരാണ് ആം ആദ്മിക്ക് വൻ വിജയം സമ്മാനിച്ചത്. എന്നാൽ സിഖ് മതപീഠത്തിനെതിരെ തിരിഞ്ഞതിലൂടെ തങ്ങളുടെ സ്വന്തം വോട്ട് ബാങ്കിനെയാണ് അവർ എന്നേക്കുമായി വെറുപ്പിച്ചിരിക്കുന്നത്. ജൂൺ 29-ന് വിളിപ്പിച്ചിരിക്കുന്ന ആം ആദ്മിയുടെ സിഖ് MLA-മാർ ഇപ്പോൾ വലിയ ധർമ്മസങ്കടത്തിലാണ്. മുഖ്യമന്ത്രിയെ പിന്തുണച്ചാൽ നാട്ടിൽ നിന്ന് ഭ്രഷ്ട് നേരിടേണ്ടി വരും, മറിച്ചായാൽ ഭരണകക്ഷി പിളരും. ആത്മീയതയെ മുൻനിർത്തി അകാലിദൾ പോലെയുള്ള പരമ്പരാഗത പാർട്ടികൾ നടത്തുന്ന ഈ ശക്തമായിട്ടുള്ള നീക്കത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഭരണകൂടത്തിന് ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. ഡൽഹിയിലുള്ള ഹൈക്കമാൻഡിന് പോലും ഇനി മുഖ്യമന്ത്രി ഭഗവന്ത് മാനിനെ കൈവിടുകയല്ലാതെ സംസ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ആത്മീയ അധികാര കേന്ദ്രങ്ങളെ വെറും ഭരണസ്വാധീനം കൊണ്ട് ഭയപ്പെടുത്താമെന്ന് കരുതിയ അഹങ്കാരത്തിനാണ് ഇപ്പോൾ പഞ്ചാബിൽ സർവനാശം സംഭവിച്ചിരിക്കുന്നത്. കോടിക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുകയും ഗുരുക്കന്മാരെ അവഹേളിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിക്കും ഇന്ത്യയുടെ മണ്ണിൽ അധികകാലം വാഴാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭഗവന്ത് മാനിന്റെ ഈ ഒരു പതനം. ഒരു ജനതയുടെ ആത്മവിശ്വാസങ്ങളെയും സാംസ്കാരിക മൂല്യങ്ങളെയും വലുതല്ല രാഷ്ട്രീയക്കാരുടെ ഈ താൽക്കാലിക കസേരകൾ എന്ന് കാലം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.